നമസ്കാരം. കഠിനാധ്വാനത്തിന്റെ ശരിക്കുള്ള വില എന്താണ്? ഇന്ന് നമ്മൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ പോവുകയാണ്. സചിത്ര ബാലകഥകളിൽ നിന്നുള്ള ഒരു അടിപൊളി കഥയിലൂടെ. ഈയൊരു കഥ ചിലപ്പോൾ നമ്മുടെയൊക്കെ അധ്വാനത്തെയും സേവനത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കാം. അല്ലേ, നമ്മളിൽ പലരും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, കയ്യിൽ നിറയെ പണവും നല്ലൊരു സ്ഥാനവുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എന്നാൽ ആ ഒരു ചിന്തയെ മുഴുവനായും ചോദ്യം ചെയ്യുന്ന ഒരു കഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതെങ്ങനെയാണ് നോക്കിയാലോ? അപ്പോ നമ്മുടെ കഥ നടക്കുന്നത് പൗനാർ ആശ്രമത്തിലാണ്. വളരെ ലളിതമാണ്, പക്ഷേ ഭയങ്കര ശക്തമായൊരു നിയമം ആ ആശ്രമത്തിലുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നൊരു നിയമം. ഈ ആശ്രമത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരാണെന്നോ? വിനോബ ഭാവെ. അദ്ദേഹം വെറുതെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയായിരുന്നില്ല, മറിച്ച് സ്വയം പ്രവർത്തിച്ച് മാതൃക കാണിക്കുകയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം കഠിനമായി ശരീരമനങ്ങി ജോലി ചെയ്യുമായിരുന്നു. എത്ര നേരമെന്നല്ലേ? ഒരു ദിവസമല്ല, എല്ലാ ദിവസവും 8 മണിക്കൂർ. ഒരു കിണർ കുഴിക്കുന്ന അത്രയും കഠിനമായ ജോലിയിലായിരുന്നു അദ്ദേഹം. ഇതൊരു ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരുന്നില്ല. കഠിനാധ്വാനത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. പിന്നെ ആശ്രമത്തിലെ ഈ നിയമം എല്ലാവർക്കും ഒന്നായിരുന്നു. സാധാരണക്കാരനായാലും അദ്ദേഹത്തെ കാണാൻ വരുന്ന വലിയ വലിയ നേതാക്കളായാലും എന്തിന് സർക്കാർ മന്ത്രിമാർ വന്നാൽ പോലും ശരി, ആർക്കും ഒരു ഒഴികഴിവുമില്ല. എല്ലാവരും ഈ കഠിനമായ ജോലിയിൽ പങ്കുചേർന്നേ മതിയാവൂ. അങ്ങനെയുള്ള ഒരിടത്താണ് നമ്മൾ അസാധാരണയായൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എത്രത്തോളം ആഴത്തിൽ ജീവിതത്തിൽ പകർത്താൻ പറ്റുമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു അവർ. ആ വ്യക്തിയുടെ പേരാണ് ജാനകി ദേവി ബജാജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബജാജ് വ്യവസായ കുടുംബത്തിലെ ഒരംഗം. പക്ഷേ ആശ്രമത്തിൽ അവർ ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ധാന്യം പൊടിക്കുക, വെള്ളം കോരുക, പിന്നെ കിണറ്റിൽ നിന്ന് മണ്ണും കല്ലും കുട്ടയിലാക്കി ചുമക്കുക. എവിടെ കിടക്കുന്നു അവരുടെ കുടുംബ പശ്ചാത്തലം? എവിടെ കിടക്കുന്നു ഈ ജോലികൾ? ശരിക്കും അത്ഭുതം തന്നെ. ജാനകി ദേവി ബജാജി ഈ ജോലികളൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് നോക്കാം. കാരണം അവരുടെ ആത്മാർത്ഥത കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പ്രചോദനം കിട്ടുന്നത്. അവരുടെ ഒരു ദിവസത്തെ ജോലിക്രമമൊന്ന് നോക്കൂ. 1 മണിക്കൂർ ധാന്യം പൊടിക്കാൻ പോകും. അടുത്ത 1 മണിക്കൂർ വെള്ളം കോരാനുള്ള ചക്രം പ്രവർത്തിപ്പിക്കും. ബാക്കിയുള്ള 6 മണിക്കൂറും കിണറിന്റെ അരികിൽ നിന്ന് മണ്ണ് നിറച്ച കുട്ടകൾ ചുമന്ന് മാറ്റുന്ന പണി. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ദിവസവും 8 മണിക്കൂർ കഠിനാധ്വാനം. അവരുടെ ആ ജീവിതം കണ്ടോ? വളരെ ലളിതം. ഒരു തരി പോലും അഹങ്കാരമില്ല. സേവനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ശരിക്കും ഈ സമ്പത്തും പദവിയും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന്. ഇതെപ്പോഴത്തേക്കും നമുക്ക് ഓർത്തു വെക്കാവുന്നൊരു വലിയ പാഠമാണ്. അപ്പോൾ ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അധ്വാനത്തിന്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് ഈ അനുഭവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ഈയൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്, നമ്മൾ വെറുതെ ഒരു ജോലി ചെയ്യുകയല്ല, മറിച്ച് നല്ലൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ ആ കഷ്ടപ്പാട് ഒരു പുണ്യപ്രവൃത്തിയേക്കാൾ ഒട്ടും കുറവല്ല. ആ അധ്വാനത്തിന് അത്രയും വിലയുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷേ ഇതായിരിക്കും: അധ്വാനമെന്നത് എന്തെങ്കിലും നേടാനുള്ള ഒരു വഴി മാത്രമല്ല. അധ്വാനിക്കുന്നതിൽ തന്നെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യമിരിക്കുന്നത്. അതിലൂടെയാണ് ഓരോ മനുഷ്യനും വലുതാകുന്നത്. ഈ ഒരു ശക്തമായ കഥ കേട്ടുകഴിഞ്ഞല്ലേ, ഇനി നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റും? അപ്പോൾ ഈ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സേവനം എന്ന വാക്കിന് ശരിക്കും എന്താണ് അർത്ഥം? ഈ കഥ കേട്ടതിനു ശേഷം അതിനെപ്പറ്റിയൊന്ന് ആലോചിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പല ധാരണകളെയും മാറ്റിമറിക്കാൻ സഹായിച്ചേക്കും.